യൂസഫ് അലി സാഹിബ് ആദ്യം എഴുതുന്നത് മൂടപടത്തിൽ എഴുതിയിരിക്കും 3 വയസ്സാണ്. അത്രയും തമ്മിച്ചേട്ടൻ കാട്ടുമല്ലി എഴുതുമ്പോൾ എനിക്ക് 6 വയസ്സാണ്. ഈ സമയത്ത് ചെറിയ ഒരു പക്ഷേ ഈ കവിത അല്ലെങ്കിൽ പ്രണയം കവിതയുടെ ഒരു ആധാരമാണ്, ആധാരശീലയാണ് പ്രണയം. ഈ സമയത്തേക്ക് അടുത്തുള്ള പെൺകുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ പെണ്ണിനെ കാണാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോകും, തൊഴാനല്ല. ആ പെൺകുട്ടി അമ്പലത്തിൽ വരുന്നു എന്നുള്ള പേരിൽ ഞാനത് അതിനെ കാണാൻ പോകുന്നൊരു കാലമുണ്ട്. ആ സമയത്തൊന്നും ഒരു പ്രണയഗാനം ഓർക്കാനായിട്ട് ഭാസ്കരൻ മാഷ ഉണ്ടെങ്കിലും പക്ഷെ അത്രയും ഹൃദയം വളർന്നെങ്കിൽ മധുര 17 എൻ്റെ ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ മധുര 17 എന്ന് പറയാനുള്ള വിവരമൊന്നുമില്ല. അന്ന് യൂസഫ് അലി സാറിന്റെ പാട്ടുകളായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിരുന്നു. ആ കാലത്ത് അയലത്തെ ജനലിൽ ഒരു അമ്പിളി വിടർന്നു, അലകടലായി എൻ മനമുണർന്നു, ഉലകം പിരിഞ്ഞു സ്വപ്നം പറന്നു, പൂതിലാവളി, അങ്ങനെയൊക്കെ പറയുമ്പോൾ പകലെന്നും മറയാത്ത മധുമാസകത്തിൽ ഭാര്യയിൽ ഏവർക്കും സ്വന്തം. അത് ശരിയാണ്. പക്ഷെ എന്ന അയൽപ്പക്കത്തെ രാഗാചന്ദ്രൻ എനിക്ക് മാത്രം സ്വന്തം എന്നൊക്കെ പറയുന്നൊരു അഭിമാനമുള്ള പ്രണയങ്ങളുണ്ട്. അത് തന്നെ പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമുണ്ടായി നമുക്ക് ആ സമയത്ത് അങ്ങനെയുള്ള ഗ്രാമീണ ഭംഗിയുള്ള പാട്ടുകൾ കൊണ്ടുവന്നു. കാര്യം വയലാറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാസ്കർ മാഷ പിന്നെ ഇപ്പോഴും മനസ്സിൽ ഭാസ്കർ മാഷ നിൽക്കുന്നത് പ്രിയമുള്ളവളെ കേട്ടില്ലേ, നിനക്കു വേണ്ടി പിന്നെയും നവസുനോപഹാരം ഒരുക്കി. ആദ്യം ഭാര്യയോട് പാടിയത് ഇപ്പോഴും പാടാം, ഒറ്റ വാക്ക് മതി, പ്രിയമുള്ളവളെ എന്നുള്ള പറ്റിയിട്ട് പ്രായമുള്ളവളെ. അവിടെയും ആ പാട്ട്, അതിപ്പോഴും ആ പാട്ട് ഭാസ്കരൻ മാഷ് വളരെ ഹൃദയത്തിൽ കിടക്കും. വയലാറിനെ നമുക്കൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ല, അവർ ബിംബകൽപ്പനയും ആ സങ്കല്പവും. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു. ഈ നാട്ടിൽ നിന്ന് സുന്ദരിമാരെ കല്യാണം കഴിച്ച് പോകുമ്പോൾ അറിയാത്തൊരു ദുഃഖമായിരിക്കും ഉണ്ടാകുന്നത്. എന്താണെന്നറിയില്ല, ഒരു ബന്ധവുമില്ല നമുക്ക്. ഈ കൂട്ടത്തിൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പൊ എന്തിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സുന്ദരി പോകും നഷ്ടപ്പെടുന്നു? നാളെ കണ്ണിനും കാതിനും ഇമ്പമേകുന്ന സുന്ദരി ഓരോരുത്തരും ഒഴിഞ്ഞു പോകുന്നത്. തിരിച്ചു കൊണ്ടുവരുന്ന എല്ലാം കൂട്ടുകാരുടെ ഭാര്യമാരാണ്. സുന്ദരിമാരാണെങ്കിൽ നമുക്ക് ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അവർ നഷ്ടപ്പെട്ടു അല്ലേ? പക്ഷെ അതൊരു സുഖമാണെന്ന് ടെന്നിസൺ പറഞ്ഞിട്ടുണ്ട്. I hold it through whatever we fall. I feel it when I sorrow most. It's better to have loved and lost than never to have loved at all. എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിനെ പഠിപ്പിക്കുമ്പോഴും മരുന്ന് ഉണ്ടല്ലോ, സങ്കടത്തിന് മരുന്നുണ്ട്. അത് തന്നത് മുഴുവൻ തമ്മിച്ചെന്റെ പാട്ട്. ആദ്യത്തെ പ്രണയകാര്യം ഇഷ്ടപ്പെട്ടത് അതാണ്. കാര്യം ഞാനൊരു ചന്ദ്രനാണ്. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും എന്റെ മുന്നിൽ തുള്ളി വന്നെന്തിനാണ്. ആ പാട്ട് ഞാൻ ചന്ദ്രയാണ്ട് എന്റെ മനസ്സിൽ പുള്ളിമാൻ ഉണ്ടല്ലോ, പറയുമല്ലോ. അതിനകത്തും അങ്ങനെ തന്നെ ടൂർ പോയ സമയത്ത് കുടകിലെ വസന്തമായി വിരിഞ്ഞൊഴുകി എൻ കരളിന്റെ ഒത്തിരിയായി നിറഞ്ഞൊഴുകി എന്റെ ലോകം വാനം പോലെ വളർന്നുവല്ലോ, എൻ ഹൃദയം നിങ്ങളെ പോൽ തെളിഞ്ഞു. കാര്യം നീ അതിന്റെ ചിഹ്നം. അപ്പൊ എനിക്കത് അതുപോലെ ആയേ പറ്റൂ എന്നുള്ള ബോധമൊക്കെ വന്നു തുടങ്ങിയപ്പോഴും അതും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് തമ്പിച്ചേട്ടന് മനോഹരമായ ഒരു കാര്യം എനിക്ക് ഞാൻ തമ്പിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം. വിരഹം ഏറ്റവും സുഖമുള്ള കാര്യമാണ്. പാട്ട് മരുന്നാകുമ്പോൾ അത് വേറൊരു സുഖമാണ്. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമായി വാഴുന്നു ഞാൻ സുഖമറിയാതെ. വലിയ പാട്ടാണ്. രാത്രികൾ തൻ ശൂന്യതയിൽ പ്രേമ പൂജ ചെയ്തിടുന്നു സത്യമായ നിൻ പ്രഭതൻ പൂക്കളില്ലാതെ. ഇപ്പോഴും ആ വരുന്ന മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുരട്ടാറുണ്ട്. എന്തായാലും കച്ചേരി പുഴ ഒഴുകി അല്ലെങ്കിൽ അത് അനുരാഗ ഗാനം പോലെ കച്ചേരി പുഴ ഒഴുകി വയലാറിനടുത്തുള്ള കൈതപ്പുഴ കായലിലൂടെ കടന്ന് വേമ്പനാട് കടന്ന് പമ്പയിലെത്തുന്നു, ഹരിപ്പാടുള്ള പമ്പയിലെത്തുന്നു. ഈ സമയത്താണ് ഈ നിമിഷമാണ് അവിടെ എത്തി. അവിടെ തീരത്ത് പമ്പയുടെ തീരത്തുള്ള ഹൃദയ സരസ്
അതിലേക്ക് ഒഴുക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു കുമ്പിൾ കോരി കൊടുക്കാൻ. കാര്യം ഇനിയും കഥ പറയാൻ ബാക്കിയുള്ള ഹൃദയ സരസാണ് അല്ലെ. ഹൃദയ സരസിലെ പ്രണയപുസ്തകം ഇനിയും നിൽക്കാൻ അപ്പം എന്തോ ബാക്കിയുണ്ട്. ഇനിയും പ്രണയകഥ, പ്രണയമില്ലാതെ ലോകത്തിനോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കണം എന്താണ് പ്രണയം എന്നുള്ളത്. ഏതായാലും ഈ നിമിഷത്തിന്റെ നിർവൃതി ഞാനും ഒരു ആവണത്തിലായി മാറി. തമ്പിച്ചേട്ടന്റെ ചന്ദ്രകാന്തത്തിൽ ഞാനും ഒരു ചന്ദ്രികയായി തെളിഞ്ഞുകൊണ്ട് ഞാൻ വാദിച്ചു.